നമുക്ക് ഇന്ന് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടെ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഓവർനൈറ്റ് ഓട്സ് റെസിപ്പിയാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പം ഞാൻ അതിനായിട്ട് നമ്മുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഓട്സ് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. പാൽ ആ ഒരു ഓട്സ് ഒന്ന് കുതിരാൻ ആവശ്യമായിട്ടുള്ള പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഹണിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. നമ്മൾ നൈറ്റിലാണ് ഇത് ചെയ്യുന്നത്. പിറ്റേന്ന് മോർണിംഗിൽ വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗിലാണ് നമ്മളിതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആപ്പിളോ പഴമോ അതല്ല എന്താണ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ആപ്പിളും കുറച്ച് പൊമേഗ്രാനൈറ്റ് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് ഉണ്ട്, കാഷ്നട്ട്, പിസ്ത, ബദാം, ഇതെല്ലാം ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാംഗോ ഫ്ലേവേർഡ് ഗ്രീക്ക് യോഗേർട്ട് ആണ്. അപ്പൊ അതും കൂടെ ഞാനത് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് കഴിക്കാനായിട്ട് പോവാണ്. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അടിപൊളിയാണ്, നല്ല ടേസ്റ്റി ആണ് കേട്ടോ.